കേരളത്തിലൊട്ടുമിക്ക BBA, BCom, ഈവൻ എഞ്ചിനീയർ ഗ്രാജുവേറ്റ്സ് പോലും MBA എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അവരുടെ മുന്നിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ഏത് സ്പെഷ്യലൈസേഷൻ ഞാൻ തിരഞ്ഞെടുക്കും. ആൻഡ് ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ഈസ് MBA ഇൻ മാർക്കറ്റിംഗ് സ്റ്റിൽ വർത്ത്. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എത്ര പൈസ സമ്പാദിക്കാൻ സാധിക്കും, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇത് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഒരു പ്രൊഫഷനാണോ എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് ഇസ് ദി ലൈഫ് ലൈൻ ഓഫ് എവരി ബിസിനസ്. അത് നമ്മുടെ നാട്ടിലെ ലോക്കൽ കമ്പനി ആണെങ്കിലും ദുബായിലെ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിലും ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ കമ്പനികൾക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും ആൾക്കാരെ ആവശ്യമാണ്. ഈ ഒരു ഫീൽഡ് ആണെങ്കിൽ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ പരസ്യങ്ങളും ബിൽ ബോർഡ്സ് മാത്രമല്ല ഉള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അനലിറ്റിക്സ്, പിന്നെ ബ്രാൻഡ് സ്ട്രാറ്റജി, ഇതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനീസ് ആണെങ്കിലും സ്റ്റാർട്ടപ്സ് ആണെങ്കിലും ഈവൻ നോൺ പ്രോഫിറ്റ് കമ്പനികളാണെങ്കിലും മാർക്കറ്റിംഗ് അറിയുന്ന MBA പ്രൊഫഷണൽസിന് വളരെ ആവശ്യമാണ്. MBA ഇൻ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ബ്രാൻഡ് മാനേജർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, പ്രൊഡക്റ്റ് മാനേജർ, മാർക്കറ്റ് റിസർച്ച് അനാലിസ്റ്റ്, പിന്നെ നിങ്ങൾക്ക് അഡ്വർടൈസിംഗ് ആൻഡ് PR എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് FMCG കമ്പനീസിലാണെങ്കിലും IT സെക്ടേഴ്സിലാണെങ്കിലും ബാങ്കിങ്ങിൽ, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്, ഈവൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിൽ പോലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലെ നോർമൽ MBA കോളേജസിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയവർക്ക് ഒരു വർഷം എങ്ങനെ പോയാലും 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ടോപ്പ് B സ്കൂൾസിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയവരാണെങ്കിൽ യു ക്യാൻ ഏൺ അറൌണ്ട് 12 to 20 lakhs പെർ ഇയർ ഓർ ഈവൻ ഹയർ. ഇനി അബ്രോഡിൽ കൺട്രി, ലൊക്കേഷൻ, പിന്നെ കമ്പനിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു വർഷം 7 ഫിഗർ സാലറി ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൽസും നെറ്റ്വർക്കും ബേസ് ചെയ്തിട്ടാണ്. ഇനി നിങ്ങളുടെ സ്കില്ല് ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഗ്രോ ചെയ്യാൻ സഹായിച്ചാൽ നിങ്ങളുടെ കരിയർ വേറെ ലെവലിലേക്ക് എത്തും. മാർക്കറ്റിംഗ് എല്ലാവർക്കും പറ്റിയതല്ല. അപ്പോൾ ഈ ഒരു കരിയർ എനിക്ക് എങ്ങനെ സ്യൂട്ടാവും നമുക്കിപ്പോൾ നോക്കാം. നിങ്ങൾക്ക് ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു കരിയർ നിങ്ങൾക്ക് സ്യൂട്ടാവും. പിന്നെ നിങ്ങൾക്ക് സ്ട്രാറ്റജിക്കൽ ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്യൂട്ടാവും. പിന്നെ നിങ്ങൾക്ക് എത്ര ടാർഗറ്റ്സ്, ഡെഡ് ലൈൻസ് തന്നാലും നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്യൂട്ടാവും. പിന്നെ നിങ്ങളൊരു വെറൈറ്റി ആയിട്ടുള്ള കരിയർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് സ്യൂട്ടാവും. ഇനി നിങ്ങൾക്ക് പബ്ലിക് ഇൻട്രാക്ഷൻസിനോട് താല്പര്യമില്ല, ബിഹൈൻഡ് ദി സീൻസ് വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ദർ ആർ അനദർ MBA സ്പെഷ്യലൈസേഷൻസ് ഫോർ യു. MBAയുടെ കൂടെ സ്പെഷ്യലൈസേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പാണ്, എസ്പെഷ്യലി വെൻ യു ആർ ഇൻവെസ്റ്റിംഗ് ടൈം ആൻഡ് മണി ഇൻ ടു ഇറ്റ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ MBA ഇൻ മാർക്കറ്റിംഗ് ഈസ് ദി റൈറ്റ് സ്പെഷ്യലൈസേഷൻ ഫോർ യു. ഇനിയും നിങ്ങൾക്ക് മാർക്കറ്റിംഗ് MBAയുടെ കൂടെ എടുത്താൽ എനിക്ക് സ്യൂട്ട് ആകുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ വിൽ ഗൈഡ് യു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പിന്നെ MBA കേരളത്തിലാണോ ബാംഗ്ലൂരാണോ പഠിക്കാൻ നല്ലത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാനൊരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു.